ഇന്ത്യ ചരിത്രത്തിലെ നിർണായക കാലഘട്ടമായിരുന്ന മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട പ്രബലരായ ചക്രവർത്തിമാരെക്കുറിച്ചും അവരുടെ യുദ്ധങ്ങളെക്കുറിച്ചും അവരുടെ നയപരമായ തീരുമാനങ്ങളെക്കുറിച്ചും ആ കാലത്തുണ്ടായിട്ടുള്ള പല നിർണായക സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ നാം അടുത്തറിഞ്ഞിട്ടുണ്ടാവും. ചരിത്രം തോറ്റവരുടേത് കൂടിയാണ് എന്ന് പറയുന്നത് പോലെ ആ വഴികളിൽ തട്ടിത്തടഞ്ഞു വീണുപോയ പല കഥാപാത്രങ്ങളെയും നമുക്ക് മുഗൾ ചരിത്രത്തിൽ കാണാം. അപ്രകാരം മുഗൾ ചരിത്രത്തിലെ ഒരു ദുരന്ത നായകനായി പലരും കണക്കാക്കുന്ന ഒരു വ്യക്തിത്വമാണ് ദാരാ ഷുക്കോവിൻ്റേത്. രാജകുമാരനായി ജീവിച്ച് അടുത്ത ചക്രവർത്തിയാവാൻ നിലവിൽ ചക്രവർത്തിയായ അച്ഛൻ തീരുമാനിച്ചിട്ട് പോലും ഔറംഗസേബ് എന്ന സഹോദരൻ്റെ ശക്തിക്ക് മുന്നിൽ തകർന്നടിഞ്ഞ് ജീവന് വേണ്ടി നാടുകൾ തോറും ഓടി നടക്കേണ്ടി വന്ന ഒരു ചരിത്രം. ദാരാ ഷുക്കോവ് ഇന്നും പ്രസക്തമായി തന്നെ നിലനിൽക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. സൂഫിസത്തെയൊക്കെ പിന്തുടർന്നിരുന്ന ലിബറൽ മനോഭാവമുള്ള ദാരാ ഷുക്കോവ് ഔറംഗസേബിന് പകരം മുഗൾ ചക്രവർത്തി ആയിരുന്നെങ്കിൽ മുഗൾ സാമ്രാജ്യം നശിക്കാതെ തുടർന്നു പോയേനെ എന്നൊരു വിഭാഗം ചരിത്രകാരന്മാർ ഈ കാലത്ത് അഭിപ്രായപ്പെടാറുണ്ട്. ചരിത്രം ഏതായാലും ആ വഴി പോവുകയുണ്ടായില്ല. പകരം ദാരാ ഇന്ന് അന്ത്യവിശ്രമം ചെയ്യുന്നത് എവിടെയെന്ന് പോലും അറിയാതെ നിഗൂഢമായ ഒരു ജീവിതകഥയുടെ ചരിത്രമായി ദാരാ ഷുക്കോവ് പുസ്തകങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്രകാരം ഈ വീഡിയോയിലൂടെ ദാരാ ഷുക്കോവിൻ്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. ഷാജഹാൻ ചക്രവർത്തിയുടെ 4 ആൺമക്കളിൽ ഏറ്റവും പ്രിയം ദാര ആയിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. ഷാജഹാൻ്റെ പല നടപടികളും ദാരയ്ക്ക് അനുകൂലവുമായതായിരുന്നു. അടുത്ത ചക്രവർത്തിയായുള്ള പദവി അടക്കം നൽകിക്കൊണ്ട് എപ്പോഴും ദാരയെ നമുക്ക് ചരിത്രത്തിൽ ഷാജഹാനൊപ്പം കാണാനും സാധിക്കും. 1615 ഇന്നത്തെ അജ്മീർ മേഖലയിലാണ് ദാര ജനിക്കുന്നത്. ഷാജഹാൻ്റെ കണ്ണിലുണ്ണിയായിരുന്ന ദാര ഷാജഹാൻ ചെറുപ്പകാലഘട്ടങ്ങളിൽ തന്നെ തൻ്റെ പിൻഗാമിയായി കണ്ടാണ് വളർത്തിയിരുന്നത്. ലിബറൽ ആശയങ്ങളുള്ള സാഹിത്യത്തിനും മറ്റുമൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന ദാര ഔറംഗസേബിൻ്റെ നേർ വിപരീതമായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇരുവരെയും പിന്തുണയ്ക്കുന്ന 2 ഗ്രൂപ്പുകൾ മുഗൾ മേഖലയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്നതും ചരിത്രമാണ്. അതിൽ തന്നെ യാഥാസ്ഥിതിക ചിന്തയുള്ള ഔറംഗസേബിനെ കൂടുതലായി പിന്തുണച്ചത് രാജ്പുത് വിഭാഗങ്ങളായിരുന്നു എന്നതും രസകരമായ ഒരു ചരിത്രമാണ്. ഏതായാലും വളർന്നു വരുന്ന ഓരോ കാലത്തിലും അസൂയാവഹമായ സ്ഥാനങ്ങൾ നേടിക്കൊണ്ടാണ് ദാരയുടെ ഉയർച്ചയൊക്കെ ഉണ്ടാവുന്നത്. ജനകീയ മുഖമുണ്ടായിരുന്ന ദാരാ ഷുക്കോവ് ജ്ഞാനത്തിൻ്റെയും പ്രത്യാശയുടെയും വക്താവായി നിലകൊണ്ടപ്പോൾ ഔറംഗസേബ് ആകട്ടെ ക്രൂരനായ യാഥാസ്ഥിതിക മനോഭാവമുള്ള ഒരാളായും ചിത്രീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ദാരയെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നു എന്നതും ഒരു ചരിത്ര വസ്തുതയാണ്. ഉദാരമതിയും സംസ്കാര സമ്പന്നനും വിശാല മനസ്കരുമായി കണക്കാക്കുന്ന ദാരാ ഷുക്കോവ് എന്നാൽ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും യുദ്ധതന്ത്രങ്ങളിൽ ഔറംഗസേബിനെ കവച്ചു വയ്ക്കുന്ന സമർത്ഥനോ അത്രത്തോളം യുദ്ധങ്ങളുടെ അനുഭവ സമ്പത്തോ ഒന്നും തന്നെയുള്ള ഒരാളായിരുന്നില്ല. ഷാജഹാനൊപ്പം രാജധാനിയിലെ സ്ഥിരതാമസം അദ്ദേഹത്തിൻ്റെ സൈനിക പ്രവർത്തനങ്ങളിലെ നായക മികവും ഭരണകാര്യങ്ങളിലെ നയതന്ത്രജ്ഞതയും ഒക്കെ കുറച്ചു കൊണ്ടുവന്നു എന്നും പറയാം. ആത്മീയ കാര്യങ്ങളിലും ബുദ്ധിശക്തിയിലുമൊക്കെ എന്നാൽ മികച്ചു നിന്നിരുന്ന ദാരയുടെ മതനയം അക്ബറെയൊക്കെ പിന്തുടർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാം. എന്തിനേറെ ഷാജഹാൻ പോലും ദാരയുടെ സ്വാധീനത്തിൽ അക്ബറുടെ പാതയിലേക്ക് അഥവാ തീർത്തും ലിബറൽ നയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ദാരയുടെ സ്വാധീനം മനസ്സിലാക്കാവുന്നതാണല്ലോ. ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്ന ദാര ഖുറാനിലും പ്രവാചകനിലും എന്ന പോലെ ക്രിസ്തുവിലും ദൈവത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്നു. പല മേഖലകളെയും പറ്റി വിശദമായി തന്നെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ദാര പല പുസ്തകങ്ങളും എഴുതിയിട്ടുമുണ്ട്. സംസ്കൃതത്തിലുള്ള ഉപനിഷത്തുകളെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് എഴുതുകയുണ്ടായി ദാര. നാദിറ ബാനു ബീഗവുമായുള്ള പ്രണയവും കല്യാണവുമൊക്കെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ആ കാലത്തെ സ്വാഭാവിക വ്യവസ്ഥിതിക്കെതിരായി ദാര മറ്റൊരു വിവാഹവും ചെയ്യുകയുണ്ടായില്ല. ഏതായാലും 1633 തന്നെ അടുത്ത ചക്രവർത്തിയായി കണക്കാക്കപ്പെട്ടിരുന്ന ദാര അഹംഭാവിയും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളുമായി മാറി എന്നും ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം മതവിശ്വാസം ഇല്ലാത്തൊരാൾ എന്നും നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഇമേജ് അക്കാലത്ത് ഔറംഗസേബ് സൃഷ്ടിച്ചതുമാവാം. ഏതൊരു മുഗൾ രാജകുമാരനെയും പോലെ ചെറുപ്രായത്തിൽ തന്നെ മിലിറ്ററി കമാൻഡറായി മാറിയ ദാരാ ഷുക്കോവ് അതിവേഗം സ്ഥാനങ്ങൾ നേടുകയും 1642 തന്നെ 15,000-ഓളം വരുന്ന കുതിരപ്പടയുടെ നായകനായി മാറുകയുമുണ്ടായി. കാലാൾപ്പടയുമൊക്കെ ചേർത്താൽ ഈ ഒരു സൈന്യം 40,000-ഓളം വരും. 1645 അലഹബാദിൻ്റെ ഗവർണറായി മാറിയ ദാരാ ഷുക്കോവ് 50,000-ലധികം വരുന്ന പടയുടെ നായകനായി മാറി.
1648 ഗുജറാത്തിൻ്റെ ഗവർണറായും ദാരാ ഷുക്കോവ് മാറുകയുണ്ടായി. ഷാജഹാൻ്റെ ആരോഗ്യം ക്രമേണ ക്ഷയിക്കാൻ ആരംഭിച്ചതോടെ ദാരാ ഷുക്കോവ് അതിവേഗം ഉയരുകയും 100,000-ഓളം വരുന്ന പടയുടെ നായകനായതും മുഗൾ ചരിത്രമായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും ദാരയ്ക്ക് അടിതെറ്റിയതും മറ്റൊരു ചരിത്രമായി ഈ മേഖലകളിൽ നിലനിൽക്കുന്നു. 1657-1658 കാലത്താണ് മുഗൾ സാമ്രാജ്യത്തിൽ ഒരു അധികാര കൈമാറ്റം സൃഷ്ടിക്കപ്പെടുന്നത്. സത്യത്തിൽ മുഗളർക്കിടയിൽ അധികാരം ആർക്ക് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം കൂട്ടത്തിൽ കേമനാര് അല്ലെങ്കിൽ ആരുടെ വാളുകൾക്കാണ് ശക്തി കൂടുതൽ എന്ന നിലയിൽ തന്നെയാണ് അധികാര കൈമാറ്റം നടന്നിരുന്നത്. ഷാജഹാൻ്റെ 4 മക്കളും തമ്മിൽ അധികാരത്തിനായി പോരാട്ടം നടന്നിട്ടുണ്ട്. ഇതിനു മുന്നേ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷമാണ് പോരാട്ടങ്ങളെങ്കിൽ ഈ സമയം അത് ചക്രവർത്തി ജീവനോടെ ഇരിക്കെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഷാജഹാൻ അധികാരം നേടാനായി പോരാട്ടങ്ങൾ നടത്തിയതുപോലൊരു കാഴ്ച അദ്ദേഹത്തിൻ്റെ മക്കൾ നടത്തുന്നത് അദ്ദേഹത്തിന് തന്നെ കാണേണ്ടി വന്നതും ചരിത്രം. 4 ആൺമക്കൾ പരസ്പരം പോരടിച്ചപ്പോൾ സഹോദരിമാർ പലർക്കും പിന്തുണ നൽകുകയുണ്ടായി. ജഹനാര ദാരയെ പിന്തുണച്ചപ്പോൾ റോഷനാര ഔറംഗസേബിനെ പിന്തുണക്കുകയും ഗൗഹറാര മുറാദിനെ പിന്തുണച്ചതായും ചരിത്രത്തിൽ കാണാം. ഒപ്പം പ്രമുഖരായ പല സൈന്യാധിപന്മാരും അവരവർക്കിഷ്ടപ്പെട്ടവർക്കൊപ്പം നിൽക്കുകയും ചെയ്തു. ഷാജഹാൻ്റെ ജീവിതകാലത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ അധികാര പോരാട്ടം സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണങ്ങൾ പലതാണ്. പ്രധാനം ഷാജഹാൻ 1657 അസുഖബാധിതനായതാണ്. പൊതു ഇടങ്ങളിലൊന്നും തന്നെ കാലങ്ങളായി കാണാതായ ഷാജഹാൻ്റെ രോഗം ഇനി ഭേദമാവില്ല എന്നൊരു പ്രതീതി തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളും ഒരു സമയത്ത് വരികയുണ്ടായി. ഒരു ചക്രവർത്തിയുടെ മരണമെന്നത് ആ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായി നേരിടേണ്ട ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു നിമിഷം കൂടിയാണ്. എതിരാളികളൊക്കെ തക്കം പാർത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണത്. മറ്റൊന്ന് ദാരയെ പിൻഗാമിയായി തീരുമാനിച്ചതാണ്. ദാരയെ ഒരു ലിബറൽ നയമുള്ള വ്യക്തിയായി കാണുന്നതുകൊണ്ടും അല്ലെങ്കിൽ മതത്തിനെതിരായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയായി പലരും നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ രാജധാനിയിലെ യാഥാസ്ഥിതിക ചിന്തയുള്ള പല പ്രബലരും ഇതിനെതിരായി നിലകൊള്ളുകയുണ്ടായി. സ്വാഭാവികമായും അതിന് ബലമേക്കിക്കൊണ്ട് മറ്റു മക്കളും അവിടെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ശക്തനായ ഔറംഗസേബ്. മുഗൾ മേഖലയിൽ ഔറംഗസേബ് പ്രധാനമായും ഡെക്കാൻ്റെ ഗവർണറായിട്ടായിരുന്നു നിലകൊണ്ടിരുന്നത്. ഡെക്കാൻ മേഖല പൂർണ്ണമായും പിടിച്ചെടുത്ത് തൻ്റെ കഴിവ് മുഗൾ മേഖലയാകെ അറിയിക്കാൻ ശ്രമിച്ച ഔറംഗസേബിനെ തടയുന്നതും ദാരാ ഷുക്കോവിൻ്റെ നീക്കങ്ങളായിരുന്നു എന്ന് പറയാം. പാതി വഴിയിൽ സൈനിക നടപടിയൊക്കെ ചരിത്രത്തിൽ ഔറംഗസേബിന് നിർത്തിവെക്കേണ്ടതായി വരുന്നുണ്ട്. ഏതായാലും സ്വഭാവത്തിലും വീക്ഷണഗതിയിലുമൊക്കെ ഔറംഗസേബ് ദാരാ ഷുക്കോവിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിക്കാനും ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ മനസ്സ് പതറാതെ അചഞ്ചലനായി അക്ഷോഭ്യനായി അതിനെയൊക്കെ നേരിടാൻ മാത്രം കഴിവുള്ള ഒരാൾ കൂടിയായിരുന്നു ഔറംഗസേബ്. ആപത്ത് ഘട്ടങ്ങളിലെ പതർച്ച ഒന്നും ഔറംഗസേബിൻ്റെ ജീവിതത്തിൽ നമുക്ക് പൊതുവേ കാണാനാവില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എടുത്തു ചാടി എന്തെങ്കിലും നീക്കങ്ങളൊക്കെ നടത്തുന്നതും ഔറംഗസേബിൻ്റെ ഒരു ശൈലിയെ ആയിരുന്നില്ല. ഏതായാലും 4 മക്കളും ആയുധ പരിശീലനം നേടിയ പല ദേശങ്ങളുടെ ഗവർണറായി നിലകൊള്ളുന്ന ആളുകളാണല്ലോ. സ്വാഭാവികമായും വിജയിക്ക് ചക്രവർത്തി പട്ടം എന്നതും തോൽക്കുന്നവന് മരണവും എന്നൊരവസ്ഥ അവിടെ തന്നെയുണ്ട്. രോഗം പിടിപെട്ട ഷാജഹാൻ 1657 മുംതാസിനെ കണ്ടുകൊണ്ട് മരിക്കാൻ ആഗ്രഹിച്ച് ആഗ്രയിലേക്ക് താമസം മാറ്റുകയുണ്ടായി. ഈ ഒരു സമയം ഔറംഗസേബ് ഡെക്കാനിലും ഷൂജ ബംഗാളിലും മുറാദ് ഗുജറാത്തിലുമായിരുന്നു. ദാരാ ഷുക്കോവ് ആകട്ടെ രാജധാനിയിൽ തന്നെ പിതാവിനൊപ്പം രാജ്യകാര്യങ്ങളൊക്കെ നോക്കി തന്നെ നിൽക്കുകയുമായിരുന്നു. ഭാവി ചക്രവർത്തി പട്ടം അടുത്തു തന്നെ ഉണ്ടാവും എന്നൊരു പ്രതീതി ഉള്ളതുകൊണ്ട് തന്നെ ഔറംഗസേബ് ഏവരുടെയും നീക്കങ്ങൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷാജഹാൻ്റെ അസുഖ വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ ഔറംഗസേബ് മുറാദുമായി ഒരു ഒത്തുതീർപ്പ് സൃഷ്ടിച്ചുകൊണ്ട് പടനീക്കത്തിനുള്ള നടപടികൾ ആരംഭിക്കുകയുണ്ടായി. മുറാദ് ഗുജറാത്തിൻ്റെ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു, ഷൂജ ബംഗാളിൻ്റെയും. എന്നാൽ ഔറംഗസേബ് അത്തരമൊരു നടപടി എടുത്തതുമില്ല. അതുവരെയും ഔറംഗസേബിൻ്റെ നീക്കങ്ങൾ അതീവ രഹസ്യവുമായിരുന്നു. മുറാദിനെ തന്ത്രപൂർവ്വം ഒപ്പം ചേർത്ത ഔറംഗസേബ് അധികാരത്തിലെത്തിയാൽ പഞ്ചാബ്, സിന്ധ്, കാബൂൾ, കാശ്മീർ മേഖലകളുടെ അധികാരം കൊടുക്കാം എന്നൊരു സഖ്യമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഈ സമയം ഷൂജയാകട്ടെ തൻ്റെ ഒരു സൈന്യവുമായി ഡൽഹിയിലേക്ക് പട നയിക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെയും നിരീക്ഷിക്കുന്ന ധാര ഷൂജയെ തടയാനായി ഒരു സൈന്യത്തെ അങ്ങോട്ടും അയച്ചു. ഇരുവരും ബനാറസ് മേഖലയിൽ വെച്ച് ഏറ്റുമുട്ടുകയും തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ഷൂജ ബംഗാളിലേക്ക് പിന്മാറുകയും ചെയ്തു. ഇതാണ് ബാറ്റിൽ ഓഫ് ബഹദർപൂർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഔറംഗസേബിൻ്റെയും മുറാദിൻ്റെയും സൈന്യങ്ങൾ
കൂട്ടിമുട്ടുകയും അങ്ങനെ സംയുക്ത സൈന്യം ആഗ്രയിലേക്ക് മാർച്ച് ചെയ്യുകയുമുണ്ടായി. അതിനെ നേരിടാനായി ദാര മറ്റൊരു സൈന്യത്തെ അങ്ങോട്ടും അയക്കുകയുണ്ടായി. എന്നാൽ ഈ പടയ്ക്ക് ഔറംഗസേബിനെ തടയാനാകാതെ പരാജയം നേരിടുകയാണ് ഉണ്ടായത്. ഈ യുദ്ധം ബാറ്റിൽ ഓഫ് ധർമത് എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ മധ്യപ്രദേശിലെ ഉജ്ജയിൻ മേഖലയിലാണിത്. 1658 ഏപ്രിൽ 18 ഈ യുദ്ധമുണ്ടാവുന്നത്. കലാപക്കൊടി ഉയർത്തിയ ഔറംഗസേബിനെയും മുറാദിനെയും തടയാനായി എത്തിയത് ജസ്വന്ത് സിംഗ് റാത്തോറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു രാജ്പൂത് പടയായിരുന്നു. എന്നാൽ യുദ്ധത്തിൽ ജസ്വന്ത് സിംഗ് റാത്തോറിന് പരിക്കേൽക്കുകയും യുദ്ധകളത്തിൽ നിന്ന് അദ്ദേഹം മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ മരണം വരെയും വീറോടെ പോരാടി എന്നൊരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രാധാന്യമില്ലാത്തൊരു പേരായി ഇദ്ദേഹം നിലനിൽക്കുന്നു. എന്നാൽ ഷാജഹാൻ്റെ കീഴിൽ ഗംഭീര സേവനം നടത്തിയിരുന്ന ശക്തനായ ഒരു പോരാളിയായിരുന്നു രത്തൻ സിംഗ് റാത്തോർ എന്നത്. കലാപക്കൊടി ഉയർത്തിയതറിഞ്ഞ് മുഗൾ പടയ്ക്കൊപ്പം എത്തിയ കമാൻഡറായിരുന്നു ഇദ്ദേഹം. യുദ്ധത്തിൽ അവസാനം വരെയും നായകനായി മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ടപ്പോഴും വീറോടെ പൊരുതി മരണം ഏറ്റുവാങ്ങിയ രത്തൻ സിംഗ് റാത്തോർ ചരിത്രത്തിലും ആ കാലത്തെ എഴുത്തുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. ഏതായാലും ബാറ്റിൽ ഓഫ് ധർമ്മത്തിൽ ഔറംഗസേബ് വിജയിക്കുകയും മുന്നേറുകയുമുണ്ടായി. ഇതറിഞ്ഞ ദാരാ ഷുക്കോവ് എന്നാൽ വെപ്രാളപ്പെട്ട് തൻ്റെ സൈന്യത്തോട് പുറപ്പെടാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഷൂജയെ തോൽപ്പിച്ച് തിരിച്ചു വരുന്ന സൈന്യത്തിനായി കാത്തു നിൽക്കാൻ പോലും ദാര സമയം കൊടുത്തതുമില്ല. അമിത ആത്മവിശ്വാസമുണ്ടായിരുന്ന ദാരാ ഷുക്കോവ് ഷാജഹാൻ്റെ കീഴിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായം ആവശ്യപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ആഗ്രയിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെയുള്ള സമുഘ് എന്ന പ്രദേശത്ത് വച്ചാണ് അധികാര പോരാട്ടത്തിൽ നിർണായകമായ ഔറംഗസേബും ദാരാ ഷുക്കോവും തമ്മിലുള്ള യുദ്ധമുണ്ടാവുന്നത്. ബാറ്റിൽ ഓഫ് സമുഘർ എന്നറിയപ്പെടുന്ന ഈ ഒരു യുദ്ധം 1658 മെയ് 29 ഉണ്ടാവുന്നത്. ഇരു കൂട്ടർക്കും ഏകദേശം 50,000-ലധികം പടയുണ്ടായിരുന്നതായി പറയുന്നു. എങ്കിലും കൂടുതൽ യുദ്ധപരിചയമുള്ള സൈനികരും മികച്ച കമാൻഡർമാരും ഔറംഗസേബിനൊപ്പം ആയിരുന്നുവെന്നും ചരിത്രം പറയുന്നു. ഏതായാലും യുദ്ധമുണ്ടാവുകയും ദാര പരാജയപ്പെടുകയും ചെയ്തു. 2 വശങ്ങൾ പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഒന്ന്, യുദ്ധത്തിൽ മുന്നിട്ട് നിന്ന് ദാര ഒരു സമയത്തിനപ്പുറം യുദ്ധം നേരിട്ട് നയിക്കാനായി ആനപ്പുറത്ത് നിന്നിറങ്ങി കുതിരയിൽ കയറിയെന്നും എന്നാൽ ഈ ഒരു സമയം നായകൻ പരാജിതനായി കുതിരപ്പുറത്തേറി രക്ഷപ്പെടാൻ ഒരുങ്ങിയതാണെന്ന് തോന്നൽ ദാരയുടെ സൈനികർക്കുണ്ടാവുകയും നായകനെ കാണാതെ അദ്ദേഹത്തിൻ്റെ സൈന്യം ചിതറുകയും ഉണ്ടായി എന്നതാണ്. മറ്റൊന്ന്, ദാരയ്ക്ക് വേണ്ടി ഇറങ്ങിയ രാജ്പൂത് സൈന്യം തകർന്നടിഞ്ഞ സമയത്ത് ദാര രക്ഷപ്പെട്ടു എന്നതാണ്. എന്നാൽ വലിയൊരു സൈന്യം അപ്പോഴും റിസർവായി കയ്യിലുണ്ടായിരുന്ന ദാര ഔറംഗസേബിൻ്റെ പട യുദ്ധമൊക്കെ നടത്തിക്കൊണ്ട് ക്ഷീണിച്ചതൊന്നും മനസ്സിലാക്കാതെയാണ് പിൻവാങ്ങുകയുണ്ടായത് എന്നതാണ്. ഒരുപക്ഷെ മികച്ചൊരു യുദ്ധതന്ത്രജ്ഞനായിരുന്നെങ്കിൽ ആ സമയത്തെ ഒരു പുത്തൻ പടയുടെ ഒഫൻസീവ് അറ്റാക്ക് യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചനെ. ഏതായാലും ദാര രക്ഷപ്പെട്ട് ഓടേണ്ടി വന്നു. ഔറംഗസേബിൻ്റെ പട ആഗ്രയിലെത്തുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. കുറച്ചധികം ദിവസങ്ങൾ രാജാവിൻ്റെ സൈന്യം ഇതിനെയൊക്കെ എതിർത്തെങ്കിലും ഒടുവിൽ കീഴടങ്ങുകയുണ്ടായി. ദാര അവിടെ നിന്ന് ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടു. ആഗ്ര കോട്ടയിലെ ഉപരോധത്തിനപ്പുറം ഷാജഹാനെ ഔറംഗസേബ് ആഗ്ര കോട്ടയിൽ ഒരു തടവുകാരനാക്കി മാറ്റുകയും ചെയ്തു. അതുവരെയും കൂട്ടത്തിലുണ്ടായിരുന്ന മുറാദിന് പറഞ്ഞുറപ്പിച്ച യാതൊന്നും നൽകാതെ ഔറംഗസേബ് ചതിക്കുകയും ഗ്വാളിയർ കോട്ടയിൽ തടവുകാരനായി പാർപ്പിക്കുകയും ചെയ്തു. പ്രതിരോധം തകർന്നു തുടങ്ങിയ ദാരാ ഷുക്കോവ് രക്ഷയില്ലാതെ ഡൽഹി വിട്ട് ലാഹോറിലേക്ക് ഓടിപ്പോവേണ്ടി വന്നു. ഇത്തരത്തിൽ 1659 ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറി. നാളെ ഒരു പ്രശ്നമുണ്ടാവുമെന്നറിയുന്ന ഔറംഗസേബ് സഹോദരങ്ങളെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനമെടുത്തു. ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ദാരാ ഷുക്കോവ് ഒരു വലിയ പ്രശ്നമായി മാറുമെന്ന് ഔറംഗസേബ് കണക്കുകൂട്ടുകയും ദാരാ ഷുക്കോവിനെ ഇല്ലാതാക്കാനായി ദാരയെ തേടിക്കൊണ്ട് മുഗൾ പട ലാഹോറിലേക്കും എത്തുകയുണ്ടായി. രക്ഷയ്ക്കായി പല മേഖലകളിലേക്ക് ഓടിയൊളിച്ച് ദാരയെ തേടി ആ മേഖലകളിലേക്കൊക്കെ തന്നെയും മുഗൾ പടയും എത്തുകയുണ്ടായി. ഔറംഗസേബിനെ സംബന്ധിച്ചിടത്തോളം ദാരയും മകനായ സുലൈമാൻ ഷുക്കോവും മാത്രമായിരുന്നു ശക്തരായ എതിരാളികൾ. ഓരോ മേഖലയിലേക്കും അഭയം തേടിയെത്തിയ ദാരാ ഷുക്കോവിനെ പലരും കൈയൊഴിഞ്ഞു. സ്വന്തം കുടുംബം പോലും അദ്ദേഹത്തെ കൈയൊഴിയുന്ന അവസ്ഥ വരികയാണ്. ഒടുവിൽ കാണ്ഡഹാറിൽ വെച്ച് അദ്ദേഹത്തെ ഒറ്റുകയും ഔറംഗസേബ് പിടിക്കുകയും ചെയ്തു. പൂർണ്ണമായും അപമാനിതനാക്കിക്കൊണ്ട് ദാരയെ ഡൽഹിയിലെ തെരുവ് വീഥികളിലൂടെ ഒരു പിടിയാനപ്പുറത്ത് വസ്ത്രം പോലുമില്ലാതെ നടത്തിച്ചു, അല്ലെങ്കിൽ പരേഡ് ചെയ്യിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാഴ്ച കണ്ട് ഏവരും കരഞ്ഞുവെന്നും ദാരയോടുള്ള സ്നേഹം ഒരു കലാപമായി മാറാതിരിക്കാൻ അതിവേഗം ദാരാ ഷുക്കോവിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയുമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ദാരയുടെ ഛേദിച്ച ശിരസ് ഷാജഹാൻ അയച്ചു കൊടുത്തുവെന്നും
അതുകണ്ട് ഷാജഹാൻ ബോധരഹിതനായി നിലത്ത് വീണു എന്നും ഒരു കഥയുണ്ട്. ധീരനായിരുന്ന ദാരയുടെ പുത്രൻ സുലൈമാൻ ഷുഖോവിനെയും ഔറംഗസേബ് പിന്നീട് വധിക്കുകയുണ്ടായി. മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ആ കാലത്തെ ഭരണാധികാരികളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും റാണിമാരുടെയും രാജകുമാരന്മാരുടെയും ഒക്കെ ശവകുടീരങ്ങൾ അത്രമേൽ പ്രാധാന്യത്തോടെ ഈ കാലത്തും നമുക്ക് പലയിടത്തായി കാണാനാവും. എന്നാൽ ദാരാ ഷുക്കോവിനെ എവിടെയാണ് അടക്കിയിരിക്കുന്നത് എന്നൊരു ചോദ്യം വന്നാൽ അത്തരമൊരു സ്മാരകമൊന്നും നമുക്ക് കാണാനാവില്ല. സ്മാരകം എന്ന് മാത്രമല്ല, ആ കാല എഴുത്തുകളിലും ദാര എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് കണ്ടെത്തുക സാധ്യമല്ല. പലരും പല തേടലുകൾ നടത്തിയിട്ടും കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുമില്ല. എങ്കിലും ചില പഠനങ്ങൾ പറയുന്നത് ഹുമയൂൺ ടോം കോംപ്ലക്സിലെ പേരില്ലാത്ത ഒരു അറയിലാണ് ദാരാ ഷുക്കോവിനെ അടക്കിയിരിക്കുന്നത് എന്ന നിലയിലാണ്. ഏതായാലും മുഗൾ സാമ്രാജ്യ ചരിത്രത്തിലെ ഭാഗ്യങ്ങളില്ലാത്ത ഒരു ദുരന്ത കഥയുടെ നായകനാണ് ദാരാ ഷുക്കോവ്. ഔറംഗസേബിന് പകരം ദാരയായിരുന്നു ഭരണത്തിലെങ്കിൽ മുഗൾ സാമ്രാജ്യ ചരിത്രം മറ്റൊന്നായേനെ എന്ന് പറയുന്ന ചരിത്രകാരന്മാരുടെ എണ്ണം കൂടുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ചരിത്ര തേടലുകളിലെല്ലാം തന്നെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അതേ പ്രാധാന്യത്തോടെ ദാരാ ഷുക്കോവും നിലനിൽക്കും എന്നത് ചരിത്രം.